ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് സാധാരണ മാവ് കുഴച്ചെടുക്കുന്ന മാതിരി ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മാവ് ഒരു പാത്രത്തിൽ അടച്ച് മാറ്റി വെക്കുക. ഇനി ഞാനൊരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെല്ലുള്ളി നന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതുപോലെ വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2-3 വെളുത്തുള്ളി അല്ലി ചതച്ചതും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ വേവിച്ച് തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ച് കൊടുക്കുക. നന്നായി ഉടച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് തീയൊന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് 3 ബോൾസായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് പരത്തി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 4 പീസായിട്ട് തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. 4 പീസിലും പരത്തി വെക്കാം. ഇനി ഓരോന്നും പകുതി വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 പിടി വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഉപ്പും ചേർത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടായി വന്നാൽ ഈ മിക്സിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്ത് അത്യാവശ്യം മുകളിൽ ഉള്ളിയും പച്ചമുളകും വരുന്ന രീതിയിൽ മുക്കിയെടുത്തിട്ട് ഓരോന്നായിട്ട് സാവധാനം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഇത് കാണുമ്പോൾ ബ്രെഡ് എരിവിൽ വാട്ടിയ പോലെ തോന്നും കണ്ടാലുള്ള ഷേപ്പ്. പക്ഷേ അതുപോലെയല്ല, നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കോൺഫ്ലവറിൽ മുക്കി ഫ്രൈ ചെയ്തതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്